നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് മെയ് മാസത്തിലെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലമാണ്. വിശദമായ ദോഷപരിഹാരങ്ങൾ, ഫലങ്ങൾ എന്നിവ നമുക്ക് നോക്കാം. തൃക്കേട്ട നക്ഷത്രം സ്വഭാവവും പ്രധാന സവിശേഷതകളും നോക്കുമ്പോൾ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ആരോഗ്യവും ഊർജ്ജസ്വലതയും അനുഭവപ്പെടുന്നൊരു വ്യക്തിത്വമുള്ളവരാണ്. അവർ ദയയും ആത്മാർത്ഥതയുമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമാണ്. സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാൻ താല്പര്യം കാണിക്കാറില്ല. തുറന്ന ചിന്താഗതിയും യാഥാസ്ഥിതിക ചിന്തകളെ പിന്തുടരാത്ത സ്വഭാവവും ഇവരുടെ പ്രത്യേകതയാണ്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ഏത് വിഷയവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ പിടിവാശിയും മുൻകോപവും ഒക്കെ കാണിക്കാറുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. ഇത് അവരിൽ നല്ല ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും നൽകുന്നുണ്ട്. അവർ വളരെ വേഗത്തിൽ തീരുമാനം എടുക്കുന്നവരും സമയത്തിൻ്റെ വില അറിയുന്നവരുമാണ്. ജോലിയിലോ ബിസിനസ്സിലോ ആകട്ടെ, ഏതിലേർപ്പെട്ടാലും വിജയം നേടാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ്. മത്സരങ്ങളിൽ വിജയിക്കാനുള്ള വാസനയും ഇവരിൽ കാണാനുണ്ട്. 18 മുതൽ 26 വയസ്സ് വരെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അത് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നൽകും ഇവർക്ക്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സൗന്ദര്യവും ആകർഷകവുമായ ശരീരമുള്ളവരായിരിക്കും. അവർ നല്ല ശാരീരികക്ഷമത ഉണ്ടാകുന്നവരാണ്. എങ്കിലും ചിലർക്ക് ദന്തവൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അവർ വ്യക്തമായ ചിന്താഗതിയും വിവേകവും ഉള്ളവരായിരിക്കും. പക്ഷേ അവരുടെ വിനയം ഈ ഗുണങ്ങൾ പുറത്തു കാണിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞേക്കും. ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ അലട്ടാൻ സാധ്യതയുമുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിലെ സ്ത്രീകൾ ബുദ്ധിമതികളും കാര്യങ്ങൾ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നവരുമാണ്. അവർക്ക് നല്ല സംഘടനശേഷിയും നേതൃത്വ ഗുണവും ഉണ്ടാകും. ഭർത്താവിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുകയും വീട്ടമ്മയുമായി ഒതുങ്ങിക്കൂടാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. എങ്കിലും മുൻകോപം കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ വളരെ സെൻസിറ്റീവും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുന്നവരുമാണ്. തൃക്കേട്ട വൃശ്ചികൻ രാശിയുടെ 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രനാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 50 വയസ്സ് വരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമുണ്ടാകാം. എന്നാൽ അതിനുശേഷം ജീവിതം സന്തുലിതമാവുകയും ചെയ്യും. ഓരോ പാദത്തിനും പ്രത്യേകതകളുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. 1-ാം പാദത്തിൽ ജനിച്ചവർ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നവരും വിവേകമതികളും ആയിരിക്കും. 2-ാം പാദത്തിൽ ജനിച്ചവർ നല്ല ആശയവിനിമയ ശേഷിയുള്ളവരും കാര്യങ്ങൾ എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. 3-ാം പാദത്തിൽ ജനിച്ചവർ മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നവരും സംരക്ഷക സ്വഭാവമുള്ളവരുമായിരിക്കും. 4-ാം പാദത്തിൽ ജനിച്ചവർ ശ്രദ്ധാകേന്ദ്രമാകാൻ ആഗ്രഹിക്കുന്നവരും ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരുമൊക്കെ ആയിത്തീരും. 2025 മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ വ്യാഴം 2025 മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നുണ്ട്. വ്യാഴം വിജ്ഞാനത്തിൻ്റെയും വളർച്ചയുടെയും ഗ്രഹമാണ്. ഈ മാറ്റം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽ, സാമ്പത്തികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലയിൽ പുതിയ അവസരങ്ങൾ നൽകും. രാഹു 2025 മെയ് 18 മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. രാഹു പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കും കാരണമാകാറുണ്ട്. ഈ മാറ്റം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അനിശ്ചിതത്വങ്ങൾക്കൊക്കെ സൃഷ്ടിക്കാനിടയുമുണ്ട്. കേതു 2025 മെയ് 18 കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. കേതു ആത്മീയ ചിന്തകൾ വർദ്ധിപ്പിക്കുന്നതിനും ചില കാര്യങ്ങളിൽ വിരക്തി തോന്നാനും ഇടയാക്കിയേക്കും. മെയ് മാസത്തിൽ ബുധന് 2 രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മെയ് 7 ബുധൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുകയും പിന്നീട് മെയ് 23 മേടൻ രാശിയിൽ നിന്ന് ഇടവത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെ ഗ്രഹമാണ്. ഈ മാറ്റങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പഠനം, തൊഴിൽ, ആശയവിനിമയം എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്യും. മെയ് 15 സൂര്യൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു. സൂര്യൻ ഊർജ്ജത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമാണ്. ഈ മാറ്റം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഊർജ്ജം, ആത്മവിശ്വാസം എന്നിവയെ സ്വാധീനിക്കും. ശുക്രൻ മെയ് 30 ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ പ്രണയം, സൗന്ദര്യം, സന്തോഷം എന്നിവയുടെ ഗ്രഹമാണ്. ഈ മാറ്റം തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രണയ ജീവിതം, സാമ്പത്തിക സ്ഥിതി, ബന്ധങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നുമുണ്ട്. 2025 മെയ് മാസം മുഴുവൻ ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരുന്നുണ്ട്. ചൊവ്വ ഊർജ്ജം, ധൈര്യം എന്നിവയുടെ ഗ്രഹമാണ്. കർക്കിടകത്തിലെ ഈ സ്ഥിതി തൃക്കേട്ട നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതി തൃക്കേട്ട നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലെ പ്രവേശനം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യത നൽകുന്നുണ്ട്. ഈ സമയം പുതിയ ജോലികൾ ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം നേടാനും സാധ്യത കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഈ മാസം സാമ്പത്തികപരമായി പൊതുവെ നല്ലതായിരിക്കുമെങ്കിലും വരുമാനം വർദ്ധിക്കാനും
പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാം കൃത്യതയോടെ വേണം ചെയ്യാൻ. ആരോഗ്യപരമായി നോക്കുമ്പോൾ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യം പ്രതീക്ഷിക്കാം. എങ്കിലും ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക. കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം കുടുംബത്തിൽ നിലനിർത്താൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും. വിവാഹിതരായവർക്ക് നല്ല സമയം പ്രതീക്ഷിക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയും ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസത്തെ തിരിച്ചു നോക്കുമ്പോൾ, അതായത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കില്ലെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ടതുമുണ്ട്. മെയ് മാസത്തിൻ്റെ മധ്യത്തോടെ തൊഴിൽപരമായ കാര്യങ്ങൾ പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം പുതിയ അവസരങ്ങൾ നൽകും. കുടുംബത്തിൽ സന്തോഷവും നിലനിൽക്കും. മാസത്തിൻ്റെ അവസാനം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രണയബന്ധങ്ങൾ കൂടുതൽ സ്നേഹവും ശ്രദ്ധയും ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അത്യാവശ്യവുമാണ്. മേഖല തിരിച്ചുള്ള വിശകലനം നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് മെയ് മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർ തൊഴിൽപരമായി നല്ല സമയം പ്രതീക്ഷിക്കാം. പുതിയ അവസരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനിടയുണ്ട്. സാമ്പത്തിക സ്ഥിതി ഈ മാസം പൊതുവെ നല്ലതായിരിക്കും. വരുമാനം വർദ്ധിക്കാനും നിക്ഷേപങ്ങൾ നടത്താനും സാധ്യത കാണിക്കുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധയും കരുതലും വേണം. ചെറിയ അസുഖങ്ങൾ വരാനിടയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ബന്ധുക്കളുമായി നല്ലൊരു ബന്ധം പുലർത്താനും സാധിക്കും. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യമൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സഹായിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങളും ലഭിക്കും. ആദ്യ വാരത്തിൽ 1 മുതൽ 7 വരെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ടതാണ്. 2ാം വാരം നോക്കുമ്പോൾ 8 മുതൽ 14 വരെ ഈ ആഴ്ച തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം പുതിയ അവസരങ്ങളും നൽകും. 3ാം വാരം നോക്കുമ്പോൾ, അതായത് മെയ് 15 മുതൽ 21 വരെ ഈ ആഴ്ച സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഈ ആഴ്ചയിൽ സംഭവിക്കുന്നുമുണ്ട്. 4ാം വാരത്തിൽ മെയ് 22 മുതൽ 31 വരെ പ്രണയബന്ധങ്ങളിൽ ശ്രദ്ധയും സ്നേഹവും നൽകേണ്ടതാണ്. ആരോഗ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണ ക്രമീകരണവും ശാരീരിക വ്യായാമവും അത്യാവശ്യമാണ്. ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതുമാണ്. യോഗ പരിശീലിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങൾ വിശദമായി നോക്കുമ്പോൾ വിഷ്ണുവിനെ ആരാധിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. ബുധനാഴ്ചകളിൽ പച്ച, നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഹനുമാനെ ആരാധിക്കുകയും ഹനുമാൻ ചാലിസ പതിവായി ചൊല്ലുകയും ചെയ്യുക. ശിവലിംഗത്തിന് രുദ്രാഭിഷേകം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓം ഇന്ദ്രായ നമ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതുമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭജനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യും. ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും ശ്രമിക്കുക. മെയ് മാസം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്. തൊഴിൽപരമായും സാമ്പത്തികമായും പുരോഗതി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ടതും അത്യാവശ്യമാണ്. നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഫലങ്ങൾ നേടാനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സാധിക്കും.